ഹലോ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട്? പുതിയ ഗ്ലൗസ് ആക്കുള്ളോ? എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അതുകൊണ്ട് അടിപൊളി ഒരു മഴ പെയ്ത് തോർന്നിട്ട് ഇങ്ങനെ നിൽക്കുക. എങ്ങനെയാണ് നിങ്ങളുടെ അവിടെയും നല്ല മഴയൊക്കെ ഇല്ലേ? പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സ്പെഷ്യൽ വീഡിയോ ആണ്. ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആണ്. നമ്മുടെ നല്ല അടിപൊളി ഒരു വെറൈറ്റി ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ അതിൻ്റെ ട്യൂബർ എടുക്കാനായിട്ട് വന്നപ്പോഴാണ് നമ്മുടെ അടീനിയത്തിൻ്റെ ചുവട്ടിൽ ഫുള്ള് ഓരോ ചെടികൾ ചെറിയ ചെറിയ കളകളൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുക. കാരണം ഇതിപ്പോൾ വെച്ചിട്ട് റീപ്പോർട്ട് ചെയ്തിട്ട് ഒരു 2 മാസത്തോളം ആയി. 2 മാസം ആയില്ലെന്ന് തോന്നുന്നു. അപ്പോഴേ ഈ മഴ പെയ്തപ്പോൾ നല്ല രീതിയിൽ കളകൾ വളരാൻ തുടങ്ങും. അത് നമ്മളിങ്ങനെ സമയം കിട്ടുമ്പോൾ നല്ല ഇത് കണക്ക് പിച്ച് കളഞ്ഞാൽ മതി. എന്നിട്ട് അതിൻ്റെ ചൂട്ടി മണ്ണുണ്ടല്ലോ, അത് ആ മണ്ണ് കളയാതെ അതിൻ്റെ ചൂട്ടിലോട്ട് തന്നെ തട്ടി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇത് പതുക്കെ പിടിച്ചെടുക്കണം. എടുക്കുമ്പം ഒന്നാമത് അടീനിയത്തിൻ്റെ ചൂടെന്ന് വെച്ചാൽ കുറച്ച് മേളിൽ വന്നിരിക്കുകയില്ലേ, അന്നേരം അതിൻ്റെ റൂട്ടിന് ഒരു ക്ഷതം തട്ടാത്ത രീതിയിൽ നമ്മളത് പറിച്ച് മാറ്റിയാലും മതി. പ്രത്യേകിച്ച് ഈ റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മഴ പെയ്താൽ നന്നായിട്ട് ഇത് ആര് വെച്ചാലും അതിനകത്ത് നന്നായിട്ട് കളകളുണ്ടാകും. നന്നായിട്ട് കളകളുണ്ടാകാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് വാച്ച് ചെയ്താൽ മതി. എന്നിട്ട് ഇതണക്ക് ഒരു വിധമൊന്നായി കഴിഞ്ഞിട്ട് ഇതണക്ക് കുറച്ച് കളഞ്ഞാൽ മതി. അതല്ലെങ്കിൽ നമ്മുടെ ഈ ചെടിയുടെ വളമൊക്കെ ഈ കളകളായിരിക്കും കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതാണ്, ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കണം. ഇപ്പോൾ ഇവിടെ ഒരാളെ കാണാൻ പറ്റും, ഒരു കൊടും ഫിഗർ. അത് നോക്കിയത് ചിത്രശലഭത്തിൻ്റെ ലാർവയാണെന്ന് തോന്നുന്നു. ഇതണക്ക് നമ്മുടെ സാധാരണ ഇതണക്ക് അടീനത്തിലും മിക്ക ചെടികളിലും വന്നിരിക്കും. ഞാൻ പിന്നെ ഇതിനെ അങ്ങനെ കൊല്ലാറില്ല. നമ്മളത് അതിനെ അവിടുന്ന് കട്ട് ചെയ്തെടുത്ത് വേറെ ഏതെങ്കിലും ചെടിയിലോ കാട്ടിലോ കൊണ്ടുപോയി ഇടും. അപ്പോൾ നമുക്ക് എന്തായാലും ഒട്ടും താമസിക്കാതെ തന്നെ ലോട്ടസിൻ്റെ ട്യൂബർ എടുക്കാം. ഇത് അഖില എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. നമ്മുടെ വീഡിയോയിൽ പലതിലും കാണിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ്. ഇതാണ് നമ്മുടെ കാവേരി ലോട്ടസിൻ്റെ ആ ഒരു ടബ്. ആ പായലിനകത്ത് കിടക്കുന്ന ഒരു മഴത്തുള്ളിയുടെ ഒരു തിളക്കം നോക്കി, അടിപൊളി. ഇത് ഇച്ചിരി പണിയാണ് ഇതിൽ നിന്ന്. കാരണം ഈ പായലെല്ലാം മാറ്റണം, അസോളയെല്ലാം ഫുള്ള് ക്ലീൻ ചെയ്ത്. പിന്നെ ഇതിനകത്ത് ഗപ്പി കിടപ്പുണ്ട് ഒരുപാട്. ആ ഗപ്പിയെയും പിടിച്ച് മാറ്റണം. അതുകൊണ്ട് ഒരു അരമണിക്കൂറത്തെ ജോലിയുണ്ട്. കാരണം ഒരുപാട് ഗപ്പികളുണ്ട്. അപ്പോൾ ഈ ചെറിയ ഗപ്പികളുണ്ട്, വലുതുണ്ട്. അന്നേരം ഇതിനെല്ലാം ബാക്കിയുള്ള ടബിലോട്ടൊക്കെ നമുക്ക് മാറ്റണം. ഇതിപ്പോൾ ഏകദേശം ഒരു 4-5 മാസമായി ഈ ഒരു ടബ് വെച്ചിട്ട്. എന്തൊക്കെയായാലും അത്യാവശ്യം നല്ല ട്യൂബർ കാണും. ഒരു 5-6 ട്യൂബർ എങ്ങനെയൊക്കെ ആയാലും നമുക്ക് കിട്ടും, നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറെ. ഫുള്ള് വെള്ളവും നമ്മൾ മാറ്റിയിരിക്കുകയാണ്. ഈ കിടക്കുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വെച്ച ആ ഒരു ട്യൂബറാണ്. അതിപ്പോൾ നശിച്ച് അതിനെ അങ്ങ് കളഞ്ഞാൽ മതി. പിന്നെ ഇതിനകത്ത് കിടന്ന ഗപ്പി എല്ലാം അടുത്ത് കിടക്കുന്ന ആ ഒരു ടബിനകത്തെല്ലാം ആക്കി. പിന്നെ ഇതിനകത്ത് എത്ര ട്യൂബർ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. എന്തായാലും ഞാനത് മറിച്ചിട്ട് പൊക്കുമ്പം തന്നെ കണ്ടില്ലേ, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇനി വേറൊരു ടബും കൂടി നമുക്ക് കാവേരിയുടെ എടുക്കാനുണ്ട്. അത് താഴെ ഇരിക്കും വീട്ടിൻ്റെ, അതും എടുക്കണം. ഇതിനകത്തുനിന്ന് എന്തൊക്കെയായിട്ട് ഒരു 8-10 കിട്ടും. ഇതിന് ഫുള്ള് അതിൻ്റെ ആ ഗ്രോത്ത് ടിപ്പൊന്നും പൊട്ടാതെ, ലീഫൊന്നും ഇളകി പോകാതെ പതുക്കെ എടുത്താൽ മതി. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി ആ ചെളിയെല്ലാം മാറ്റി വെറും സാവധാനം എടുത്താൽ മതി. ഗ്രോത്ത് ടിപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കട്ട് ചെയ്ത് കത്രി വെച്ച് കട്ട് ചെയ്ത് പതുക്കെ എടുക്കാം.
അപ്പോൾ നമ്മുടെ ട്യൂബറെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി അടിപൊളിയായി. എന്നാൽ നോക്കി, ഇത് ലാർജ് ട്യൂബറാണ്. ലാർജ് ട്യൂബറിനെല്ലാം 250 രൂപയാണ്. ഏത് ലാർജ് ട്യൂബറായാലും വലിയ ട്യൂബറിന് 250 രൂപ. പിന്നെ ഷിപ്പിംഗ് ചാർജ് 50 രൂപയുണ്ട്. ഷിപ്പിംഗ് ചാർജ് 50. പിന്നെ 250 ഉണ്ട്, 200 ഉണ്ട്. 200 എന്ന് വെച്ചാൽ മീഡിയം സൈസുള്ള ട്യൂബറാണ്. അതിനെല്ലാം 200 രൂപയും. പിന്നെ ലാർജ് ട്യൂബറാണെങ്കിൽ 250. ഷിപ്പിംഗ് ചാർജ് പിന്നെ 50 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്റ്റ് ചെയ്യണം. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് 2024 ജൂൺ 8-നാണ്. അന്നേരം ഇന്ന് ശനിയാഴ്ചയാണ്. ഇത് കൊറിയർ അയക്കുന്നതെന്ന് വെച്ചാൽ തിങ്കൾ ചൊവ്വ ഈ ഏതെങ്കിലും ഒരു ദിവസത്തിൽ അയക്കും. അപ്പോൾ DTDC കൊറിയർ വഴിയാണ് അയക്കുന്നത്. DTDC ആയതുകൊണ്ട് 2 ദിവസം അല്ലെ 3 ദിവസം. 3 ദിവസം ഒന്നും എടുക്കത്തില്ല, മാക്സിമം 2 ദിവസത്തിനകത്ത് കിട്ടും. പിന്നെ ഇത് നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് ഫ്രഷ് ട്യൂബർ ആയതുകൊണ്ട്, ഇപ്പോൾ അങ്ങോട്ട് എടുത്ത ട്യൂബർ ആയതുകൊണ്ട് ഇനി എന്തൊക്കെയായാലും കുറേ 2 ആഴ്ചയോളം നന്നായിട്ടത് നിൽക്കും. പിന്നെ ട്യൂബർ കിട്ടിക്കഴിഞ്ഞാൽ താമര നടേണ്ട രീതി അറിയാമല്ലോ. എന്തായാലും ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് താമര എങ്ങനെ നടാം എന്നുള്ളത്. അന്നേരം അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. അറിയാത്തവർ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കണം. പിന്നെ ഈ ലോട്ടസ് കാവേരി ലോട്ടസാണ്, അറിയാമല്ലോ. അത്രയ്ക്ക് നല്ല ഹെവി ബ്ലൂമറാണ്. അത്യാവശ്യം നല്ല വലിപ്പം വെക്കുന്ന ഒരു താമരയാണ് കാവേരി. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ നേരം ഞാൻ കായലിൻ്റെ അങ്ങേ അറ്റത്ത് നോക്കാൻ നേരം നന്നായിട്ട് മഴ പെയ്ത് വരുന്നുണ്ട്. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും നന്നായിട്ട് മഴ. ആ ഒരു സൗണ്ടുണ്ട്, ഇങ്ങനെ മഴ ഇങ്ങനെ കയറി വരും. അപ്പോൾ മറക്കല്ല്, ഇത് നമ്മുടെ ആദ്യത്തെ സെയിൽ വീഡിയോ ആണ് യൂട്യൂബിൽ. സാധാരണ ഞാൻ കൊടുക്കാറുള്ളത് ലോക്കൽ സെയിലായിട്ടാണ് കൊടുക്കാറുള്ളത്. പിന്നെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോയിൽ വന്ന് ചോദിക്കാറുണ്ട് സെയിലുണ്ടോ എന്ന് സെയിൽ തുടങ്ങും. അങ്ങനെ ഞാൻ വിചാരിച്ച് ഇന്ന് നോക്കാൻ നേരം കാവേരിയും അത് ട്യൂബർ എടുക്കേണ്ട സമയമായി. അപ്പോൾ പിന്നെ ഈ ട്യൂബർ എന്തായാലും യൂട്യൂബിൽ തന്നെ സെയിൽ ചെയ്യാമെന്ന് വെച്ച് എന്തായാലും ഞാൻ നിർത്തിയത്. മഴ നന്നായിട്ട് പെയ്ത് വരുന്നുണ്ട്.